അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വയനാട്ടിൽ സ്കൂട്ടർ മറിഞ്ഞു മരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ മഞ്ചേരി കിഴക്കേത്തലയിലെ ഫാത്തിമ തസ്കിയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ ആ ഫാത്തിമയുടെ പിതാവ് ഒ എം എ സലാം എന്ന വീട്ടിലെത്താൻ ഒരു രംഗം അദ്ദേഹമാണ് തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി നമസ്കരിച്ചത്. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും വല്ലാത്ത നോവുണ്ടാക്കുന്ന, എന്നാൽ ഈമാനികമായി കരുത്തുണ്ടാക്കുന്ന ഒരു വാക്കുകൾ. അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹം നിരോധിത സംഘടനയായതുകൊണ്ട് 2 വർഷമായിട്ട് ജയിലിലാണ്. സ്വന്തം മകളുടെ മരണവാർത്ത അറിഞ്ഞ് ചുരുങ്ങിയ ദിവസങ്ങളിൽ, മണിക്കൂറുകൾ മാത്രം ആ വീട്ടിൽ ചെലവഴിക്കാനാണ് ആ മനുഷ്യൻക്ക് ആകെ അധികാരമുണ്ടായിരുന്നത്. അദ്ദേഹം വന്നിട്ട് ആ ഒരു തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി നമസ്കരിച്ച് പറഞ്ഞൊരു വാക്ക്, ആ മകള് ഒരിക്കൽ എല്ലാവരും മക്കളെ ജയിക്കാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ തോൽവിയെ സധൈര്യം നേരിടാൻ പഠിപ്പിച്ചു, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പഠിപ്പിച്ചു, അനീതിക്കെതിരെ ശബ്ദിക്കാൻ പഠിപ്പിച്ചു. പണ്ട് 2 വർഷം മുൻപ് പിതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, എന്നെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഈ ഫാത്തിമ തസ്കിയ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികളാണ്. അങ്ങനെ ഒരു മകളാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആ കണ്ണീര് മുഴുവനും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് അപ്പോഴും അചയ്യനായിട്ട് ആ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ അരികിലേക്ക് എത്തിയത്. ആ ഒരു പ്രിയപ്പെട്ട മകൾക്ക് അന്ത്യചുംബനം നൽകിയിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് തന്നെയാണ് അവർക്ക് മൈതംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ ഡൽഹി പട്യാല ഹൗസ് NIA കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്, പരോളിലാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത്. ആ ചേതനയറ്റ് കിടക്കുന്ന പൊന്നുമോളുടെ മയ്യത്തൊരു നോക്ക് കണ്ട ശേഷം എല്ലാം പടച്ചറബിൽ അർപ്പിച്ച് ഒരുപാട് പ്രാർത്ഥന നടത്തിയ ആ പ്രിയപ്പെട്ട പിതാവ് കൂടി നിന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും തേങ്ങലടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞപ്പോൾ ഈ ഒരു മനുഷ്യൻ ഈമാനിക കരുത്തോടുകൂടി മകൾക്ക് സന്തോഷകരമായിട്ട് യാത്രയാക്കിയായിരുന്നു. സലാം എത്തുന്നതിൽ ഈ പിതാവ് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് അവിടെ ഭയങ്കര നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ ഒരു 1:30 കോയമ്പത്തൂർ വിമാനത്താവളം വഴി ഈ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലെത്തുന്നത്. 4 മണിയോടെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഫാത്തിമ തസ്കിയെ ഖബറടക്കിയത്. മൈതാമസ്കാരത്തിനും അതേപോലെ അതിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുമൊക്കെ ഈ പ്രിയപ്പെട്ട പിതാവാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുകൾ, മകള് ഡോക്ടറാകുന്നത് സ്വപ്നം കണ്ടിരുന്ന പിതാവ് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവണം, പക്ഷേ ആ നെഞ്ചു ഉലഞ്ഞു പോകുന്ന രീതിയിൽ ഇതുപോലെ ഒരു മരണം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ആ പ്രസംഗത്തിൻ്റെ വാക്കുകൾ, ആ പ്രസംഗം ഒരു സൗണ്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നൽകുന്നില്ല. പക്ഷെ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: 23 വർഷം മുൻപ് അള്ളാഹു ഞങ്ങളെ ഒരു അമാനത്ത് ഏൽപ്പിച്ചു, അത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുകയാണ്. അവൾ എന്നേക്കാൾ നന്നായിട്ട് പഠിച്ചു, എന്നേക്കാൾ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്തു, എന്നേക്കാൾ നന്നായിട്ട് എഴുതി, എന്നേക്കാൾ നന്നായിട്ട് വരച്ചു. അവസാനം എന്നേക്കാൾ മുൻപ് ഷഹാദത്തും നേടി, എല്ലാ കാര്യത്തിലും എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു വാക്ക് കേട്ട് അവിടുന്ന് കരയാത്ത, അവിടുന്ന് ഉള്ളുവിങ്ങാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. മൈതംസ്കാരത്തിൻ്റെ മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണ്. ഗസയിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും അദ്ദേഹം അനുസ്മരിച്ചു. കാരണം അവിടുത്തെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട, പിതാക്കന്മാരെ നഷ്ടപ്പെട്ട വേദനയേക്കാൾ വലിയ വേദനയല്ലല്ലോ എനിക്കുണ്ടായിരുന്നത് എന്നുള്ളത്. അദ്ദേഹം ഒരുപാട് അർത്ഥവത്തായ കാര്യങ്ങളാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അള്ളാഹുവേ, നീ അവളെ ഷഫാഅത്തിന് പ്രത്യേകം അനുവാദം നൽകുന്നവരുണ്ട്, നീ നാളെ ഷഫാഅത്തിന് പ്രത്യേകം അനുവാദം നൽകുന്നവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മോള് തസ്കിയെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അവൾക്ക് ഞങ്ങളെയെല്ലാം നിന്നോട് ഷഹാദത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ഭാഗ്യം നൽകണേ. ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കളുടെ മരണം തീർച്ചയായിട്ടും നമുക്ക് വേദനയുണ്ടാക്കുന്നതാണ്. ഗസയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ജീവനിട്ട് ഷഹാദത്ത് വരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെ വേദനയേക്കാൾ ഒട്ടും വലുതല്ല എൻ്റെ വേദന. എൻ്റെ വേദനയേക്കാൾ ഒട്ടും ചെറുതല്ല അവരുടെ വേദനയും. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ. നമുക്കിനി തസ്കിയക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകളാണ്. ഇവിടെ ഇപ്പോൾ തടിച്ചുകൂടിയവരും എന്നാൽ ഇവിടെ എത്താൻ കഴിയാത്ത ഒട്ടനവധി പേരും എൻ്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് ആ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഒരിക്കൽ കൂടി എൻ്റെ മോൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്
ആ പ്രിയപ്പെട്ട പിതാവ് നമസ്കാരം ആരംഭിച്ചത്. ഇൻഷാ അല്ലാ ഈ വിസാൽ മീഡിയ അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളല്ല, നമുക്കറിയുന്ന ആളുകൾ, നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ആ മകളെ അറിയുമായിരിക്കാം. ഒരുപാട് പേർക്ക് മോട്ടിവേഷനായിരുന്നു, നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ആ പ്രസംഗത്തിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് പഠിക്കാൻ്റെ ആവശ്യങ്ങൾ ചെലവഴിച്ചിരുന്നത്. ഇങ്ങനെ മിടുക്കിയായൊരു പെൺകുട്ടി പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടൊരു നിമിഷത്തിലെ ഒരു വാഹനാപകടത്തിൽ എന്നേക്കുമായി ആഗ്രഹങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആ പെൺകുട്ടി പോയി. അതിനേക്കാൾ വേദനിക്കുന്നതാണ് ആ മകളുടെ വേദന അറിഞ്ഞ് പിതാവ് വന്ന് ആ ഭാര്യയോടും ബാക്കിയുള്ള മക്കളോടൊപ്പം കഴിച്ചു കൂട്ടാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ ഇന്നലെ ഇവിടെ കൊടുത്തതിന് ശേഷം പിന്നീട് ഈ തവനൂർ സബ് ജയിലിലേക്കാണ് സലാമിനെ കൊണ്ടുപോയത്. ഇനി അവർ ഞായറാഴ്ച എങ്ങാനുമാണ് തിരിച്ചു മടങ്ങുക. പടച്ചറബേ, ഒരു പിതാവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരുപാട് ആഗ്രഹങ്ങളോടെ വന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അറസ്റ്റ് വരുന്നു. സ്വന്തം മകളുടെ മയ്യത്ത് ഇതുപോലെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം. അള്ളാഹു നമുക്കൊക്കെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ടൊരു ചടങ്ങുകൾ, ഖബറടക്കം, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സലാമിനെ ഈ തവനൂർ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയത്. ശനിയും ഞായറൊക്കെ ഒരു 6 മണിക്കൂർ മാത്രം ബന്ധുക്കൾക്കൊപ്പം നിൽക്കാനേ അനുമതിയുള്ളൂ. ഇനി തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ വീണ്ടും ജയിലിലേക്ക് മടങ്ങും. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലുണ്ടാവണം ആ കുട്ടിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കുട്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ നാടിനടുത്ത് തൃത്താലയിൽ, എൻ്റെ നാടിനടുത്ത് തന്നെ പാലക്കാട് ജില്ലയിലാണ്, പരതൂര് കരുവാൻപടിയിൽ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നിഹാൽ എന്ന് പേരുള്ള ഒരു 10 വയസ്സുകാരനാണ്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക്, ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. എത്ര മുങ്ങി മരണങ്ങളാണ് ഈ പെരുന്നാൾക്ക് ശേഷം മാത്രം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3 കുട്ടികൾ, ഒരു സഹോദരിമാർ മുങ്ങി മരിച്ചത് നമ്മൾ കണ്ടു. അവരുടെ ആ ഒരു വേദന മാറും മുൻപാണ് ഇപ്പോഴിതാ ഈ ഒരു സംഭവം നമ്മൾ അറിയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഇന്നലെ സമസ്തയുടെ നേതാക്കന്മാരും ഒക്കെ എത്തിയിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ആ വേദന വിട്ടു മാറും മുൻപാണ് ഈ തൃത്താലയിലെ പരുതൂരിൽ ഈ മുഹമ്മദ് നിഹാൽ എന്ന 10 വയസ്സുകാരൻ ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെയാണ് അപകടം ഉണ്ടാവുന്നത്. സഹോദരനും കൂട്ടുകാരും ഒത്തിട്ട് കുളിക്കാൻ വേണ്ടി പോയതാണത്രേ. അങ്ങനെ കുളി കഴിഞ്ഞ ശേഷം കാണാത്തതിനാൽ നിഹാൽ വീട്ടിൽ പോയതാണെന്നാണ് സഹോദരൻ കരുതിയത്. എന്നാൽ നിഹാൽ വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് രാത്രിയിൽ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഈ കുട്ടി കുളിക്കാൻ വേണ്ടി വന്നതല്ല, മറ്റുള്ളവരെ കൂടെ കാണാൻ വന്നതാണെന്നും കുളിക്കടവിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാണ് എന്നും ഞാനൊരു വാർത്ത കേട്ടു. അത് വീണത് വേറെ ആരും കണ്ടിരുന്നില്ല. അപ്പോൾ അവൻ അതിൽ വീണത് വേറെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഞാൻ മറ്റൊരു വിവരം കേട്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ഒരു പൊന്നുമോൻ്റെ മരണം വളരെ വലിയൊരു വേദനയാണ്. നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി, ആ ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ കുളക്കടവിലെയും മറ്റും അപകടങ്ങൾ. എത്ര പറഞ്ഞാലും അള്ളാഹുവിൻ്റെ വിധിക്കപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം ആ മുങ്ങി മരിച്ച സഹോദരിമാർക്കും ഇന്നലെ അവിടെ സമസ്തയുടെ ജിഫ്രി തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ, പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. കടലുണ്ടിപ്പുഴയിൽ മുങ്ങി മരിച്ച 2 സഹോദരികൾ, ബുഷറ, അതേ 26 വയസ്സുള്ള ബുഷറ, അജ്മല തസ്നി എന്ന 21കാരി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസേ ആയിട്ടുള്ളൂ. വളരെ വലിയ ജനാവലിയായിരുന്നു നമസ്കരിക്കാനുണ്ടായിരുന്നത്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടെയാണ് ഇവരെ ഖബറടക്കിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. മറ്റേ പള്ളി 2-3 അജ്മല തസ്നിയെ അവരുടെ കാവുങ്ങൽ പള്ളി ഖബർസ്ഥാനിലും, സഹോദരി ബുഷറയുടെ മയ്യത്ത് ഭർത്താവ് അമീറിൻ്റെ നാടായ വലിയോറ ചിനക്കൽ ജുമാ മസ്ജിദിലുമാണ് ഖബറടക്കിയിട്ടുള്ളത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം. ആ ഒരു മുങ്ങി മരിച്ച മോനും അതേപോലെ 2 പെൺകുട്ടികളും, അതേപോലെ ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന മിടുമിടുക്കിയായ ആ ഒരു ഡോക്ടർ ഫാത്തിമ തസ്കിയ, അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്.
അള്ളാഹു ഈ മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.